നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബനാന ഫിംഗർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പഴുത്ത പഴം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. തോടോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ പൊളിച്ചെടുത്താൽ മതി, അതായിരിക്കും എളുപ്പം. ഇങ്ങനെ ജലാംശം ഉള്ളതുകൊണ്ട് കയ്യിൽ കിടന്ന് വഴുതി പോകുമല്ലോ പഴം. അതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പഴങ്ങളെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇനി മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒരു 3-4 പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ വേറൊരു ജാർ എടുത്തിട്ട്, ഇത് മൈദയാണ്, ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര, ചെറിയ സ്പൂണ്, അളവ് പറയാൻ ബുദ്ധിമുട്ടാണ്, ഇത് വലിയ സ്പൂൺ പറയുകയാണ്. ഒരു 2 സ്പൂൺ പഞ്ചസാര. പിന്നീട് ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ ബ്രെഡൊക്കെ നമ്മൾ പൊടിച്ചെടുത്തു. പിന്നെ പഞ്ചസാര നല്ല രീതിയിൽ പൊടിയുന്ന അത്രം ഇത് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ അടിച്ച പൊടിയും പഞ്ചസാരയും ഒരു പാത്രത്തിലേക്ക് മാറ്റി, ഇനി ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട്, പിന്നീട് അതിലേക്ക് 2 തുള്ളി വാനില എസൻസ്, 2-3 സാരമില്ല. അതിനുശേഷം ഇത് പാലാണ്, പശുവിൻ പാലാണ്, 1 സ്പൂൺ പാല്. ഇത്രയും ഇട്ട് മിക്സിയിൽ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. മുട്ടയും പാലും വാനില എസൻസും മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഈർപ്പത്തോടുകൂടി തന്നെ അരിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൊടി ഇതിലേക്ക് കോട്ടാവില്ല. പഴം ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഈർപ്പമുണ്ടല്ലോ, ആ ഈർപ്പത്തോടു കൂടി തന്നെ ഈ പൊടിയിലിട്ട് ഇതുപോലെ ആക്കുക. ഇതുപോലെ നന്നായിട്ട് പൊടിയിൽ മുക്കിയിട്ട് നമ്മുടെ ഈ മുട്ടക്കൂട്ടിലിട്ടിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ പൊടിയുടെ ഒരു കോട്ടിങ്ങും ബ്രെഡ് ക്രംസിൻ്റെ ഒരു കോട്ടിങ്ങും ഇതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ എല്ലാം തന്നെ റൊട്ടിപ്പൊടിയിൽ മുക്കിയെടുത്തു. നല്ല രീതിയിൽ കട്ടി കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് നേരം ഇതുപോലെ ഇട്ടിങ്ങനെ ഉരുട്ടിയാൽ മതി റൊട്ടിപ്പൊടിയിൽ. അപ്പോൾ അത് നല്ല തിക്കായിട്ട് കോട്ടിങ് കിട്ടും. ഇങ്ങനെ എല്ലാം നമുക്ക് ഇച്ചിരി കട്ടി കോട്ടിങ് കിട്ടുന്നതാണ് നല്ലത്. ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനാവശ്യമായ, ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്ത് പോരുന്നത്. ഇത് വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. തീ ഒന്ന് കുറച്ചിടാം. 2 വശം ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് തീ മീഡിയത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു. ഇനി ഒന്ന് തീ അല്പം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് അല്പം തീ ഒന്ന് കൂട്ടി കൊടുത്തിരുന്നു.
അടുത്ത ട്രിപ്പ് നമുക്ക് എടുക്കാറായിട്ടുണ്ട്. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ വരുന്ന കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ പഴം ഉണ്ടോ ഈ കോട്ടിങ്ങിൽ നിന്ന് വെളിയിൽ ചാടും. ഒരുപാട് തീ ആവരുത്. ഇത് നടുക്ക് ഇടുന്ന ആ ഒരു ഇതാ, അന്നേരം അവിടെ അല്പം തീ കൂടുതലുണ്ടായിരുന്നു. അതാണ് ആ പഴം അതിൻ്റെ കോട്ടിങ്ങിൽ നിന്ന് വെളിയിൽ ചാടും. ഇത് നമുക്ക് ഓരോന്നും ഒരു മറ്റേ എടുക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇത്രയും പുറമൊക്കെ മുരിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ബനാന ഫിംഗർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബനാന കൊണ്ട്, പഴുത്ത പഴം കൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.